നമസ്കാരം. പാശ്ചാത്യ പടയെ പുടിനും മോദിയും ചേർന്ന് തുരത്തി. അമേരിക്ക തോറ്റു, ട്രംപിനെ തടങ്കലിലാക്കി. വരും കാലത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഇത് തന്നെയായിരിക്കും, സംശയമില്ല. കാരണം ലോകത്തിന്റെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യ റഷ്യ മാജിക്കാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. 2025 എന്ന വർഷം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും കലുഷിതമായ ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്നുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും അമേരിക്കയിലെ പുതിയ ഭരണകൂടം ഇന്ത്യക്ക് മേൽ ചുമത്തിയ കടുത്ത വ്യാപാര തീരുവകളും ഇരു രാജ്യങ്ങളെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ ഈ ബാഹ്യ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് തങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള സ്വയം ഭരണാധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതവും റഷ്യയും കൈകോർത്തത് ആഗോള രാഷ്ട്രീയത്തിലെ പുതിയൊരു ധ്രുവീകരണത്തിന് വഴിയൊരുക്കിക്കൊണ്ടായിരുന്നു. അപ്പോൾ ഈ കാലയളവിൽ പ്രതിരോധ മേഖലയിലെ സഹകരണം കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അപ്പുറം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിലേക്കും സംയുക്ത നിർമ്മാണത്തിലേക്കും വികസിച്ചു എന്നുള്ളതാണ്. അതിർത്തികളിൽ പാകിസ്ഥാൻ ഉയർത്തിയ വെല്ലുവിളികളെ നേരിടുവാൻ റഷ്യൻ നിർമ്മിത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്ക് കരുത്തു പകർന്നപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ റഷ്യക്ക് നേരെ ഉയർന്ന ഒറ്റപ്പെടുത്തൽ ശ്രമങ്ങളെ ഇന്ത്യ തങ്ങളുടെ നയതന്ത്ര മികവിലൂടെ പ്രതിരോധിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകളും ടാങ്കുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ റഷ്യ തയ്യാറായത് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതാണ്. സാമ്പത്തിക രംഗത്തും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് 2025 സാക്ഷ്യം വഹിച്ചത്. ഡോളറിനെ ആശ്രയിക്കാതെ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്തുവാനുള്ള ധീരമായിട്ടുള്ള തീരുമാനം അത് പാശ്ചാത്യ സാമ്പത്തിക നിയന്ത്രണങ്ങളെ മറികടക്കാൻ ഇരു രാജ്യങ്ങളെയും സഹായിച്ചു എന്നുള്ളതാണ്. ഊർജ്ജ മേഖലയിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യങ്ങൾ സുരക്ഷിതമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 2030 ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ എത്തുക എന്ന ലക്ഷ്യം വെറുമൊരു സ്വപ്നമല്ലെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ വർഷം നമുക്കുണ്ടായത് എന്നുള്ളതാണ്. ഡിസംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന വ്ളാദിമിർ പുടിന്റെ ചരിത്രപരമായിട്ടുള്ള സന്ദർശനം ഈ സൗഹൃദത്തിന്റെ പുതിയ അധ്യായമായിട്ട് മാറി. ആർട്ടിക് മേഖലയിലെ വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിലും പുതിയ സമുദ്രപാതകൾ വികസിപ്പിക്കുന്നതിലും ഇന്ത്യയെ പങ്കാളിയാക്കുവാൻ റഷ്യ തീരുമാനിച്ചു. വരും ദശകങ്ങളിൽ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും സാമ്പത്തിക ഗതി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുന്ന തീരുമാനങ്ങളാണ് ഇവ എന്നുള്ളതാണ്. ആഗോള രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും തളരാതെ നിന്ന് ഈ ബന്ധം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ലോകത്തിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും ഒക്കെ സ്ഥാനം കൂടുതൽ ഭദ്രമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഊർജ സുരക്ഷയുടെ കാര്യത്തിൽ ലോകം മുഴുവൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയപ്പോഴും ഇന്ത്യ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ ഉറച്ചു നിന്നു. റഷ്യൻ എണ്ണ ഇന്ത്യയിലെത്തുമെന്ന ന്യൂഡൽഹിയുടെ പ്രഖ്യാപനം വെറുമൊരു വാക്കായിരുന്നില്ല, മറിച്ച് അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുവാനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുവാനുമുള്ള കൃത്യമായിട്ടുള്ള നീക്കമായിരുന്നു അത്. ഉപരോധങ്ങളുടെ നൂലാമാലകളെ അതിജീവിച്ച് ഇരു രാജ്യങ്ങളും കണ്ടെത്തിയ പുതിയ വ്യാപാര മാർഗങ്ങൾ ലോകക്രമത്തിലെ മാറുന്ന സമവാക്യങ്ങളുടെ തെളിവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതിരോധ ശേഷി വെറും വാണിജ്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ബഹിരാകാശം മുതൽ ആർട്ടിക് മേഖലയിലെ പര്യവേഷണം വരെ നീളുന്ന വിശാലമായിട്ടുള്ള സഹകരണത്തിൽ നിന്നാണ് 2025 തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്. പ്രതിരോധ മേഖലയിൽ ഭാരതത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ റഷ്യൻ സാങ്കേതിക വിദ്യ നൽകിയ പിന്തുണ ഈ വർഷം അത് ഏറെ ശ്രദ്ധേയമായതാണ്. പാകിസ്ഥാനുമായി അതിർത്തിയിൽ ഉണ്ടായിരുന്ന സംഘർഷത്തിൽ ഇന്ത്യയുടെ ആകാശക്കരുത്തായിട്ട് മാറിയിരുന്നത് റഷ്യൻ നിർമ്മിത S-400 മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിൽ ശത്രുവിന്റെ വെല്ലുവിളികളെ തടയുവാൻ ഈ സംവിധാനം നൽകിയ മുൻതൂക്കം ലോകം വരെ അത്ഭുതത്തോടു കൂടിയാണ് വീക്ഷിച്ചത്. അപ്പോൾ ഇതിന് പിന്നാലെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ സംയുക്തമായിട്ട് നിർമ്മിക്കുന്നതിനെ കുറിച്ചും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ അത് സ്വന്തമാക്കുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിന്റെയും അതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നടത്തിയ ചരിത്രപരമായ 10ാമത്തെ ഇന്ത്യ സന്ദർശനം ഈ വർഷത്തെ നയതന്ത്ര വിജയങ്ങളുടെ മകുട ഉദാഹരണമായി നമുക്ക് പറയേണ്ടി വരും. 2030 $100 ബില്യൺ വ്യാപാര ലക്ഷ്യം പ്രഖ്യാപിച്ചതിലൂടെ സാമ്പത്തിക രംഗത്ത് പുതിയൊരു കുതിച്ചുചാട്ടത്തിലാണ് ഇരു നേതാക്കളും അടിത്തറയിട്ടത് എന്നുള്ളതാണ്. ആർട്ടിക് മേഖലയിലെ എണ്ണവാതക വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിലും പുതിയ സമുദ്രപാതകൾ വികസിപ്പിക്കുന്നതിലും ഇന്ത്യയെ പങ്കാളിയാക്കുവാനുള്ള റഷ്യയുടെ തീരുമാനമെന്ന് പറയപ്പെടുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവരുടെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം പുതിയൊരു യുഗത്തിലേക്ക് കടന്നതിന്റെ സൂചനയാണ് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആഗോള ദക്ഷിണേന്ത്യയുടെ
ശബ്ദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയും ലോകത്തെ പ്രബല ശക്തിയായിട്ടുള്ള റഷ്യയും കൈകോർക്കുമ്പോൾ അത് പുതിയൊരു ലോകക്രമത്തിന്റെ ഉദയമായിട്ട് മാറുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യപ്പട പുടിനെയും മോദിയെയും ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുടിനും മോദിയും ചേർന്ന് പാശ്ചാത്യപ്പടയെ തുരത്തുന്നത്. അമേരിക്കയുടെ ഏത് തന്ത്രങ്ങളും തോറ്റു തൊപ്പിയിടുന്നതും അവിടെയാണ്. ട്രംപിനെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തവണ്ണം ഉയരങ്ങളിലേക്ക് പുടിനും മോദിയും നടക്കുന്നു, റഷ്യയും ഇന്ത്യയും നടക്കുന്നു എന്നിടത്താണ് ട്രംപ് തകർന്നു പോകുന്നത്, അമേരിക്ക തോറ്റുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന് ഇനി ഒരു ഉയർച്ച ഉണ്ടാകില്ല. ട്രംപിനെ ജയിലിലടയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ തടവിലാക്കുന്നത് പോലെ തടങ്കലിലാക്കുന്നതിന് സമാനമായ രീതിയിലേക്ക് ട്രംപ് എത്തപ്പെടുന്നു. ട്രംപിന്റെ ഇനിയുള്ള കാലയളവിൽ ട്രംപിന്റെ ജീവിതം തന്നെ ഈ പറയുന്നതിലേറെ കുത്തഴിഞ്ഞ രീതിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയുടെ പ്രതീക്ഷകൾ, ട്രംപിന്റെ പ്രതീക്ഷകൾ അടക്കം തകർന്നു വീഴുകയാണ്. പുടിനും മോദിയും തമ്മിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആ ഒരു ശാക്തികമായ ബന്ധം എന്ന് പറയപ്പെടുന്നത് പലരെയും, ലോകരാജ്യങ്ങളിലുള്ള പല രാജ്യങ്ങളെയും, അതിനകത്ത് ഒന്നാമതായി നിൽക്കുന്നതാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് വരെ ഇത്തരത്തിൽ അസൂയ തോന്നുന്ന തരത്തിലുള്ള അസൂയാവഹമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പുടിനും മോദിയും ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക തോറ്റു പിന്മാറുന്നു, ട്രംപ് തടങ്കലിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഇനിയൊരു ഉയർത്തുവരവോ അല്ലെങ്കിൽ ഉയർന്നു വരവോ ഒരു മൂന്നാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പോ ഒന്നും ഇനി ഒരിക്കലും ട്രംപിനുണ്ടാകില്ല. ഇത് ട്രംപിന്റെ അവസാനമാണ്.